സ്റ്റേ അവേ ഫ്രം നെഗറ്റീവായിട്ടുള്ള ഡിസ്കഷനുകളിലോ നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആക്കുന്ന ഒരു തരത്തിലുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെടാതിരിക്കുക, ഒരു തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. ടോട്ടലി പോസിറ്റിവിറ്റി തലയിൽ കുത്തി നിറച്ച് ജീവിക്കണം. തലയ്ക്കകത്തേക്ക് നമ്മൾ കുത്തി നിറയ്ക്കേണ്ടത് മുഴുവൻ സക്സസും പോസിറ്റിവിറ്റിയും തന്നെയായിരിക്കണം. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനങ്ങളും അകത്തേക്ക് അനുവദിക്കരുത്. അങ്ങനെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ചാമ്പ്യൻസൊക്കെ എങ്ങനെയാണ് വിജയിക്കുന്നത്? സമയം കിട്ടുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. അവരുടെ ബോഡി ലാംഗ്വേജ്, ലോകോത്തര ഇപ്പം ഫുട്ബോളിൻ്റെയോ അവരുടെയൊക്കെ താരങ്ങൾ, അവരുടെയൊക്കെ ഒരു ഡേ ഒക്കെ ഒന്ന് പഠിച്ചു നോക്കും. എന്തുമാത്രം പോസിറ്റിവിറ്റി ലോഡ് ചെയ്തിട്ടാണെന്നറിയാം അവർക്ക് ഒരു ഗെയിമിന് ഇറങ്ങുന്നത്. മൈൻഡ് വേറൊരു ലെവലിൽ എത്തിച്ചിട്ടാണ് അവർക്ക് ഇറങ്ങുന്നത്. അല്ലാതെ അവരൊന്നും അവരുടെ ആരോഗ്യത്തിൻ്റെ കൂടുതലുകൊണ്ടൊന്നും അല്ല ജയിക്കുന്നത്. ആ മൈൻഡ് റെഡിയാക്കുന്ന ആ മൈൻഡ് നമ്മളൊരു എനർജി എമിറ്റിംഗ് മെഷീനായി മാറണം ജയിക്കാൻ വേണ്ടി വരുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള നെഗറ്റീവുകളും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ആൾക്കാർ സമയം ചിലവാക്കി ആക്കുന്നൊരു ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സത്യം ഏതാ അസത്യം ഏതാണെന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം കണ്ടില്ലേ, മറ്റേ നിർമ്മലാ സീതാരാമൻ്റെ വരെ വീഡിയോ ഇത് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നിടത്ത് പൈസ ഇട്ടോളാനൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നാരായണമൂർത്തി പറയുന്നു. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഗെയിം എന്താണെന്ന് നിങ്ങൾ പല ആൾക്കാർ സോഷ്യൽ മീഡിയ സമയം ചിലവാക്കുന്ന ആൾക്കാരോടും കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. ഇതിനെങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ ഇതുപോലെ കോഫി ഉണ്ടാക്കൂ എന്നും പറഞ്ഞായിരിക്കും ഇത് വരുന്നത്. അതിനകത്ത് കോഫിക്കകത്ത് ഉപ്പിട്ട് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ തമ്പനയിൽ കാണുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നായിരിക്കും അതിൻ്റെ തമ്പനയിൽ. കാപ്പിക്കകത്ത് നിങ്ങൾ ഉപ്പിട്ട് നോക്കൂ, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ ആയിരിക്കും വരുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യും, കാപ്പിക്കകത്ത് ഉപ്പിട്ടാലെന്ന്. ആ കാപ്പിക്കകത്ത് ഉപ്പിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്, ഞാനിത് ചെയ്ത് നോക്കി, നിങ്ങൾ ചെയ്ത് നോക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് എന്തിനാണ് ഇത് ഇടുന്നതെന്നറിയോ? എന്നിട്ട് സാധാരണ ആൾക്കാർ കാപ്പിക്കകത്ത് ഉപ്പിട്ട് നോക്കുക, കുടിച്ച് നോക്കുക, ഇത് കഴിയുമ്പോഴത്തേനും അവനെ ചീത്ത പറയുക, ഇതൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്നറിയോ? അതായത് ഒരു കാരണവശാലും നമ്മൾക്ക് പൊട്ടത്തരാന്ന് തോന്നുന്ന സാധനങ്ങൾ എഴുതിയിട്ടാൽ പോലും പൈസ കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ, അറിയോ? അതിൻ്റെ താഴെ ഉടനെ പല ആൾക്കാരും കമൻറ്റ് തുടങ്ങും. ഒരു പണിയില്ലാത്ത, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് എഴുതുന്ന ഏതെങ്കിലും ഒരാൾ, ഇവിടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു നില വിജയിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ താഴെയും കമൻറ്റ് ഇടാറുണ്ട്. ഇതിൻ്റെ താഴെ ഉടനെ ഒരുത്തം കമൻറ്റ് ഇടുവാണ്, പൊട്ട നിനക്ക് കാപ്പിക്കകത്താണ് പഞ്ചസാര ഇതിടുന്നത്, കാപ്പിക്കകത്ത് പഞ്ചസാരയല്ലേ ഇടുന്നത്, ഉപ്പാണോ? ഇതാണ് അയക്ക് വേണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അയക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കമൻറ്റ് എഴുതി ഉടനെ വേറത്തെ അതിൻ്റെ താഴെ നിനക്കൊന്ന് നോക്കിയിട്ട് പറയാൻ പറ്റില്ല, നീ നോക്കിയോ പറഞ്ഞ് വേറത്തെ. അതായത് തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഇവരൊരു തീം ഇട്ട് കൊടുക്കുന്നു. ഈ തീമിൻ്റെ പുറകെ പിടിച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഇതിനനുസരിച്ച് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് പൈസ കിട്ടും. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ തോണ്ടിയാണ് ഈ ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം സമയവും ഉപയോഗിക്കുന്നത്. ആ സമയമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളോട് ഉപയോഗിക്കുക, നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞു കൊടുക്കുക. ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇത് കൊണ്ട് സമയം കളയും, നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആക്കാതെ. നമ്മുടെ ബ്രെയിൻ്റെ ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒക്കെ കപ്പാസിറ്റി എന്താണ്, അതിലൊക്കെ എന്തുമാത്രം നമ്മളെല്ലാവരും അണ്ടർ പെർഫോമിംഗ് ആണ്. നമ്മളിതിൻ്റെ ഒരു 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ ഗ്രോ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. പ്രോപ്പറായിട്ട് ശരിയായ കാര്യങ്ങൾ തലയിലേക്ക് വിടുകയും ശരിയായ രീതിയിലുള്ള ചിന്തകൾ വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണോ അച്ചീവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ ഗ്രോ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. അത് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മളിത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഓർഡിനറി ആകാൻ വേണ്ടിയുള്ള വളരെ ഓർഡിനറി ആകാനാണ് നമ്മളിവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും പേരൻസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ സ്കൂളും കോളേജും എല്ലാം ഉൾപ്പെടെ ഓർഡിനറി ആകാനാണ് പഠിപ്പിച്ചത്. അവനെ കമ്പയർ ചെയ്ത്, ഇവനെ കമ്പയർ ചെയ്ത്, മറ്റവനെ കമ്പയർ ചെയ്ത്, എന്തെങ്കിലും പ്രസക്തി ജീവിതത്തിലുള്ള കാര്യത്തിലാണ് അവരെ കമ്പയർ ചെയ്ത് ഇവരെ കമ്പയർ ചെയ്ത് ജീവിക്കുന്നത്. ഒരു പ്രസക്തി